അല്ലെങ്കിൽ തന്നെ കച്ചവടത്തിന്റെ സാഹചര്യം വളരെ മോശമായിട്ടാണ് പോകുന്നത്. പെട്രോളിന് വില കൂടി, ചരക്ക് കൊണ്ടുവരാനുള്ള റേറ്റ് കൂടി, വാടക കൂടി, അതിനനുസരിച്ചുള്ള റേറ്റ് ഇവിടെ നമുക്ക് ലഭിക്കണില്ല. ഞങ്ങൾ കൂടുതലായിട്ട് UPI ചെയ്യുന്നവർക്ക് 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളെ പാടെ ബാധിക്കും. കാരണം അങ്ങനെയുള്ള കച്ചവടങ്ങൾ കംപ്ലീറ്റ് ഒഴിവായി പോകും. ഗവൺമെന്റ് പറയുന്ന ഒന്ന് ചെയ്യുന്ന ഒന്ന് അതാണല്ലോ ഗവൺമെന്റ്. ഇതൊരു ഡിജിറ്റൽ മണി ആകുമ്പോൾ നമുക്ക് അതേ ലെവലിൽ തന്നെ കിട്ടണം. നമുക്ക് അതിന്റെ കാര്യമുള്ളൂ. അല്ലാതെ അതിനൊരു ബെനിഫിറ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അഡീഷണൽ ടാക്സ് ആയില്ലേ. എല്ലാവരും ഡിജിറ്റലിൽ നിന്നും മാറാൻ ചാൻസും ഉണ്ട്. അപ്പം 2000-ന് ഏകദേശം ഒരു മിനിമം ഒരു 5% ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായി നിങ്ങൾക്ക് കൂട്ടാവുന്നതല്ലുള്ളൂ. നഷ്ടം തന്നെയല്ലേ. നമ്മളെ കയ്യിൽ നമുക്ക് 10 രൂപ കിട്ടുമ്പോൾ അതിന് 1 രൂപ പോകാൻ പിന്നെ 9 രൂപയുള്ളൂ. അപ്പോൾ അത് നഷ്ടമാണ്. നമുക്ക് നഷ്ടം തന്നെയല്ലേ. കാരണം 2000 രൂപ വരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പിന്നെ ചാർജ് കൊണ്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. ഇത് ഡയറക്റ്റ് കാര്യം നമുക്ക് ക്യാഷ് വേണമെന്ന് അറിയും. ക്യാഷ് പർച്ചേസ് സാധനം കൊടുക്കണം, സെയിൽ ചെയ്യുന്നതിന് ക്യാഷ് വേണമെന്ന് അറിയും. അല്ലാണ്ട് മറ്റേ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ? കച്ചവടക്കാരെ നല്ലോണം ബാധിക്കും. അതായത് ഇപ്പം ഓൾറെഡി ആൾക്കാർ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യുന്ന അതിൻ്റെ പുറമെ ഈ പൈസ കൂടി പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് നഷ്ടപ്പെടും. നമുക്കൊക്കെ ഏറ്റവും നെറ്റാക്കി ചെയ്യുന്നതുകൊണ്ട് അതും നല്ലൊരു എമൗണ്ട് നഷ്ടപ്പെടുന്നു. ഇപ്പം തന്നെ ഓൾറെഡി ക്രെഡിറ്റ് കാർഡിനൊക്കെ 3%, 4% പോകുന്നുണ്ട്. ഇപ്പോൾ ഈ GPayയിൽ മാത്രമായിരുന്നു ആ ഒരു പൈസ പോകേണ്ടിരുന്നത്. ഞങ്ങളെല്ലാം GPayയിലേക്ക് അതിന് പൈസ ചെയ്യിക്കാറ്. അതിപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുന്നത് നല്ലൊരു നഷ്ടം. ഒരു നല്ല കച്ചവടം ചെയ്യുമ്പോൾ നല്ലൊരു നഷ്ടം അതിനകത്ത് വരും ഡെയിലി. അത് പ്രയാസമാണ്. ഇപ്പോൾ എല്ലാവരും ഡിജിറ്റൽ പേയ്മെൻറ്റ് ആയതുകൊണ്ട് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടത്തിൻ്റെ ഒരു 10% ക്യാഷ് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഈ GPayയും കാർഡും തന്നെയാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. കച്ചവടത്തിൽ നിന്ന് പോവല്ലേ പൈസ. അധികം ബില്ലൊക്കെ വരുന്നത് 2000, 2500, 3000 ഒക്കെ അല്ലേ. കസ്റ്റമർ പ്രശ്നം ഉണ്ടാക്കും. അതാണ് കസ്റ്റമറുടെ അടുത്ത് നല്ല കച്ചവടക്കാരുടെ നിന്നാണ് പോകണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റൂല. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അത് ശീലിച്ചു പോയില്ലേ. ഇത് ഒഴിവാക്കാൻ പറ്റൂല. ചില ആൾക്കാർ ആരും ഇപ്പോൾ പൈസയും കൊണ്ടല്ല വരുന്നത്. എല്ലാവരും ഗൂഗിൾ പേയാണ്. 90% അതായിരിക്കുന്നത്. ക്യാഷ് ഇല്ല. ഇപ്പോൾ ക്യാഷ്ലെസ്സാണ്. ഗവൺമെൻറ് പറയുന്ന ഒന്ന് ചെയ്യുന്ന ഒന്ന് അതാണല്ലോ ഗവൺമെൻറ്. കച്ചവടത്തിൽ എത്ര പെർസെൻറ്റേജ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് വളരെ ചെറിയ രീതിയിലാണെങ്കിൽ അങ്ങനെ കച്ചവടത്തിനെ ബാധിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ആളുകൾ ക്യാഷുമായിട്ടുള്ളൊരു ഡീലിങ്സ് മറന്നുപോയി. അപ്പോൾ വരുന്ന കച്ചവടത്തിൽ ഏകദേശം ഒരു 90% UPI പേയ്മെൻറ്റാണ്. അപ്പോൾ ഇനി ക്യാഷ് ഇല്ലാത്ത ഒരു ഡിജിറ്റൽ കറൻസി മാതിരിയാണല്ലോ. അപ്പം അത് ബാധിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കച്ചവടത്തിനെ വളരെ പ്രതികൂലമായിട്ട് ഇത് ബാധിക്കുക. എന്താ വെച്ചാൽ അല്ലെങ്കിൽ തന്നെ കച്ചവടത്തിന്റെ സാഹചര്യം വളരെ മോശമായിട്ടാണ് പോകുന്നത്. പെട്രോളിന് വില കൂടി, ചരക്ക് കൊണ്ടുവരാനുള്ള റേറ്റ് കൂടി, വാടക കൂടി, അതിനനുസരിച്ചുള്ള റേറ്റ് ഇവിടെ നമുക്ക് ലഭിക്കണില്ല. നമ്മൾ പ്രത്യേകം ഫ്രൂട്ട്സ് മേഖലയാണ്. ഇതൊക്കെ പെരിഷബിൾ ആയിട്ടാണ്. ഡാമേജ് വരും. ഡാമേജ് പോയിപ്പോൾ അങ്ങനത്തെ ഒക്കെ സാഹചര്യം ഉള്ളതാണ്. ആ ഒരു അവസ്ഥയിൽ ഗവൺമെൻറ് ഇടുത്തി പോലെ നമ്മളെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു വളരെയധികം ഭാരമാണ് നമ്മളെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സംഗതിയാണ്. നമ്മളെല്ലാവരും വളരെ ബുദ്ധിമുട്ടിലേക്ക് ആഴ്ത്തി വിടുന്ന ഒരു സംഗതിയാണ്. നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ തീരുമാനത്തിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണമെന്നാണ് നമുക്ക് കച്ചവടക്കാർക്ക് പറയാനുള്ളത്. കച്ചവടക്കാരെ തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. കാരണം നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കുമ്പോഴും ഈ ഒരു വിഷയം വരുന്നുണ്ടല്ലോ. ചാർജ് പിടിക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നില്ല. ഈ UPI സംവിധാനം ഉള്ളത് നമുക്ക് വളരെ സൗകര്യമായിരുന്നു. അപ്പോൾ അതിലും ചാർജ് പിടിക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. എല്ലാ കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും. അല്ല, ഉപഭോക്താക്കളിൽ നിന്ന് പിടിക്കുക എന്ന് പറയുമ്പോൾ ഉപഭോക്താക്കൾ അതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടാവും സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് അത് എന്തായാലും ഒന്നുകൂടി പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണത്. ഇത് ഡെയിലി ട്രാൻസാക്ഷൻ നടക്കല്ലേ. നമുക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല. ക്യാഷ് വരണായി തന്നെ ഉള്ളൂ. ഇതൊരു ഡിജിറ്റൽ മണി ആകുമ്പോൾ നമുക്ക് അതേ ലെവലിൽ തന്നെ കിട്ടണം. നമുക്ക് അതിൻ്റെ കാര്യമുള്ളൂ. അല്ലാതെ അതിനൊരു ബെനിഫിറ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അഡീഷണൽ ടാക്സ് ആയില്ലേ. ഓൾറെഡി നമുക്കൊരു ടാക്സ് വരുന്നുണ്ട്. GSTയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഗൂഗിൾ പേ ഒക്കെ എക്സ്ട്രാ വന്നാൽ വമ്പ ലോസ് തന്നെ. ഗവൺമെൻറ്റിനോട് അത് ഒഴിവാക്കി തരണം തന്നെയാണ് പറയാനുള്ളത്. സാധാ നോർമൽ ലെവലിൽ തന്നെ പോകണം എന്നാണ് പറയുന്നത്. നമുക്ക് നഷ്ടം തന്നെയല്ലേ. കാരണം 2000 രൂപ വരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പിന്നെ ചാർജ് കൊണ്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. അങ്ങനല്ല, കസ്റ്റമറോട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ എമൗണ്ട് കറക്റ്റ് എമൗണ്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ എക്സ്ട്രാ നമുക്ക് പൈസ വാങ്ങാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന ലെവലായിരിക്കും ഉണ്ടാവുക. അല്ലാതെ കസ്റ്റമറെ നമുക്ക് വാങ്ങാൻ എന്തായാലും ഇത് കഴിയില്ലല്ലോ. അതിപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില അധികം കസ്റ്റമറോട് വെച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമം ഇപ്പോൾ ഒഴിവാക്കണല്ലേ നമ്മളും പറയല്. കാരണം നമുക്ക് ഓൾറെഡി ചെറിയ പ്രോഫിറ്റ് ലെവലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊന്നും കൂടി ഇനി ബാക്കി പ്രോഫിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നഷ്ടമായിരിക്കും. ഇപ്പോൾ മാക്സിമം ഇപ്പോൾ നിങ്ങൾ ക്യാഷിനെ തരാൻ പറയല്ലേ എല്ലാവരോടും. ആദ്യം മാക്സിമം നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഈ QR കോഡൊക്കെ. പക്ഷേ ഇപ്പോൾ ഭയങ്കര ചാർജുകളും കാര്യങ്ങളും അതിനെ കൊണ്ട് ഓൾറെഡി ഇപ്പോൾ ഒരു പറഞ്ഞ 2000-ന്റെ മുകളിലുള്ള പേയ്മെൻറ്റിനൊക്കെ ചാർജ് ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ വേറെയും ചാർജുകൾ വരുന്നത് ഇതിൻ്റെയൊക്കെ തന്നെ. ബോക്സ് ചാർജ്, സ്കാനിങ്ങിന് മന്ത്ലി ചാർജിനൊക്കെ പറഞ്ഞാൽ ഏറെ ചാർജ് ഉണ്ട്. അപ്പോൾ ഇതും കൂടി വരുമ്പോൾ ഇനി എന്തായാലും നഷ്ടമായിരിക്കണം. സംഭവം കുറയപ്പോൾ സംഭവം നമ്മളൊക്കെ ക്യാഷ് വാങ്ങിക്കാൻ തുടങ്ങും. ഈസിയാണല്ലോ. പൈസ തിരക്കിലൊക്കെ പെട്ടെന്ന് കാശ് വാങ്ങിക്കാമല്ലോ.
ഇതാകുമ്പോൾ പെട്ടെന്ന് ചാർജ് അടിക്കാൻ പിന്നെ നമ്മൾ അതിൻ്റെ റിസ്ക് എടുക്കും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ക്യാഷ് കൊടുക്കുള്ളൂ, എഫക്ട് ചെയ്യും. കണ്ടേ എന്തായാലും അത് കച്ചവടക്കാർ കസ്റ്റമേഴ്സിന് ഇത് ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടും ബാധിക്കും. അത് എല്ലാവരും ഡിജിറ്റലിൽ നിന്നും മാറാൻ ചാൻസും ഉണ്ട്. അപ്പം 2000-ന് ഏകദേശം ഒരു മിനിമം ഒരു 5% ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായി നിങ്ങൾക്ക് കൂട്ടാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ബ്ലാങ്കറ്റായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ സംഭവം നമുക്ക് വരും. പ്രഹരമായിട്ട് തോലാന്ന് പേരും ഇട്ടിട്ടുണ്ട്. നല്ല രസം. ഏത് സർചാർജും കച്ചവടക്കാരെ മാത്രമല്ല സാധാരണക്കാരെയും ബാധിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ കച്ചവടക്കാരെന്താ ചെയ്യുക? അവരെ ലാഭത്തിലല്ലേ പോകും, അല്ലെങ്കിൽ മുതലിന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് ഈടാക്കും, എക്സ്ട്രാ വരുന്ന ചാർജ് കച്ചവടക്കാരന് ഈടാക്കും. കച്ചവടക്കാരുടെ രൂപത്തിൽ ഇത് ഭയങ്കര ഒരു ഇഷ്യൂ ആയി മാറും. ഇത് എന്ന് വെച്ചാൽ ഞങ്ങൾ കൂടുതലും പിന്നെ അതിലേക്ക് തിരിയില്ല, നമുക്ക് എടുത്ത് മാറ്റേണ്ടി വരും. അത് ഭയങ്കര പ്രശ്നമാണല്ലോ നമുക്ക്. പ്രത്യേകിച്ചും അധികം ഇപ്പോൾ വരുന്നതൊക്കെ അത് UPI ഇടപാടിലാണല്ലോ വരുന്നത്. നമ്മൾ ട്രാൻസ്ഫർ അങ്ങോട്ട് നടത്തുന്നതൊക്കെ UPI ഇടപാടിൽ തന്നെയാണ്. അതുകൊണ്ട് അതൊരു വിഷയമായി മാറും. ഇപ്പോൾ നമ്മളിപ്പോൾ അത് തൽക്കാലം നിർത്തി വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും. അതുപോലെ ഇതെല്ലാം നമ്മളെ ഈ ഇടപാടുകളെല്ലാം ഒഴിവാക്കി വെക്കും, ഇതൊക്കെ മാറ്റി വെക്കേണ്ടി വരും. കച്ചവടക്കാരെല്ലാം ബാധിക്കല്ലേ, കച്ചവടക്കാരുടെ പൈസ അല്ല പോവാ. അത് ഒഴിവാകണമെന്നാണ് ആഗ്രഹം. ഈ 2000 കച്ചവടം എന്നല്ലല്ലോ ഇപ്പോൾ ഇവിടെ ഒരു ദിവസം നടക്കുക. അപ്പോൾ അങ്ങനെ സർചാർജ് ഉണ്ടാക്കുമ്പോൾ കാരണം കടക്കാർ വേറെ എന്തെങ്കിലും മാർഗം കാണും, ഇത് ഒഴിവാക്കും. എന്നിട്ട് ഡയറക്റ്റ് കാരണം നമുക്ക് ക്യാഷ് വേണമെന്ന് അറിയും. ക്യാഷ് പർച്ചേസ് സാധനം കൊടുക്കണ സെയിൽ ചെയ്യുന്നതിന് ക്യാഷ് വേണമെന്ന് അറിയും. അല്ലാണ്ട് മറ്റേ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ? കച്ചവടത്തിന് ബാധിക്കും. അതിനനുസരിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാവും അന്നേരം. ആ സമയത്ത് അന്നേരം എന്തെങ്കിലും ഒരു ഇത് കാണും. കാരണം ഗവൺമെൻറ് കാരണം ഒരു നികുതി കിട്ടുന്ന ഏതൊക്കെ മാർഗങ്ങളുണ്ടാകും അതൊക്കെ അവർ സ്വീകരിക്കും. കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കാണ്ട് എന്തൊക്കെ കഴിയാൻ പറ്റും എന്നുള്ളത് അവർ നോക്കും. ഞങ്ങൾ കൂടുതലായിട്ട് UPI ചെയ്യുന്നവർക്ക് 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളെ പാടെ ബാധിക്കും. കാരണം അങ്ങനെയുള്ള കച്ചവടങ്ങൾ കംപ്ലീറ്റ് ഒഴിവായി പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്ന UPI ആണ്. ആ UPI ഇല്ലെങ്കിൽ പിന്നെ കച്ചവടത്തിന് നല്ല രീതിയിൽ ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാറും. ക്യാഷ്ലെസ് ആണ് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രിൻ്റെ ഇത് പറഞ്ഞത് ഡിജിറ്റൽ കറൻസി എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ ആ ഇത് വന്നാലേ നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരിത് ഈ UPI ആണ്. ഫോൺപേ, GPay എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ പോകുമ്പോൾ ഏറ്റവും വേഗം പെട്ടെന്ന് ട്രാൻസാക്ഷൻ നടക്കുകയും ചെയ്യും. ചെറിയ ചെറിയ പൈസയ്ക്ക് കയ്യിൽ വെക്കാതെ ആൾക്ക് കൈമാറുക, പെട്ടെന്ന് കച്ചവടം നടത്തുക, ആ രീതിയിലേക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള സംഗതി ഈ ഇതാണ്. അത് നിർത്തലായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് സർചാർജ് വരിക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് അത് വലിയ വിഷമം ഉണ്ടാക്കും. അപ്പോൾ അവർ ആ പൈസ പോവില്ല. ഒരു സ്ഥലത്തു നിന്ന് ഒരു ലാഭം കിട്ടുമ്പോൾ അത് വേറൊരു രീതിയിലാണ് പോവുക ചെയ്യുന്നത്. നഷ്ടം തന്നെയല്ലേ. നമ്മളെ കയ്യിൽ നിന്ന് നമുക്ക് 10 രൂപ കിട്ടുമ്പോൾ അതിന് 1 രൂപ പോകാൻ പിന്നെ 9 രൂപയുള്ളൂ. അപ്പോൾ അത് നഷ്ടമാണ്. അങ്ങനെ ചാർജ് ഈടാക്കുന്നുണ്ടെങ്കിൽ അതിന് എതിരാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുള്ള കാര്യം തന്നെയാണ്. പേയ്മെൻറ്റും പിന്നെ ചില്ലറ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാ പേയ്മെൻറ്റും ക്ലിയർ ആവുന്നുണ്ട്. 1 രൂപയാണെങ്കിൽ 1 രൂപ കിട്ടും. കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടാണത്. കാരണം കസ്റ്റമർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണത്. കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പറയും നിങ്ങൾ കാര്യം ചെയ്യും, ബില്ല് കൂട്ടിയിട്ടോളൂ, എന്നാലും വേണ്ടിയിട്ട് അതങ്ങനെ ചെയ്യണം മറ്റേ വർഷം എന്നൊക്കെ പറയാം. പക്ഷേ അത് പ്രാക്ടിക്കൽ അല്ല. നമ്മുടെ അടുത്താണ് പിടിക്കുന്നതെങ്കിൽ നമ്മളെന്ത് ചെയ്യുക? ചെയ്യേണ്ട പണി എടുക്കുക, അത്ര തന്നെ. അതിന് ചെയ്യേണ്ട പണികൾ. കാര്യം ചെറിയൊരു എമൗണ്ട് എല്ലാ ഗൂഗിൾ പേയിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊരു നഷ്ടം തന്നെയായിരിക്കും. അത് ചെറിയ 2000 രൂപക്കാണ് ഒരു പെർസെൻറ്റേജ് പോകുന്നത്. എത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും ആ ഒരു ബില്ലിങ് വരുമ്പോഴേ ടെക്സ്റ്റൈൽ ഫീൽഡൊക്കെ അറിയുമ്പോൾ 2-ന്റെ മുകളിലേക്കുള്ള എപ്പോഴും ആയിരിക്കുമല്ലോ. അപ്പോൾ അത് വലിയൊരു തന്നെ ആയിരിക്കും, നഷ്ടം തന്നെ ആയിരിക്കും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം. ഗൂഗിൾ പേ ഡിജിറ്റൽ യുഗത്തിൽ അത് എത്രത്തോളം നടക്കുന്നു ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഡിജിറ്റലിലേക്ക് മാറി കഴിഞ്ഞ് ഫുൾ ഇപ്പോൾ ക്യാഷ് വരുന്നത് തന്നെ കുറവാണ്. എല്ലാവരും കാർഡും ഗൂഗിൾ പേ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കച്ചവടത്തെ സംബന്ധിച്ച് വളരെ ഒരു, അതായത് ഈ ഒരു ഫെസ്റ്റിവൽ സമയം കൂടി എടുത്തു വന്നിരുമ്പോൾ കച്ചവടമൊക്കെ കൂടി വരുന്നൊരു സമയത്താണ് ഈ ഒരു അടി വരുന്നത്. ഇപ്പോൾ ഇതുവരെയൊക്കെ പിന്നെ ഫ്രീ പേയ്മെൻ്റ് അല്ലേ നടത്തിയിരുന്നു. രണ്ടാമത് പൈസ ഈടാക്കും നമ്മൾ കസ്റ്റമേഴ്സിനോട് വാങ്ങി വരുന്നുണ്ടല്ലോ. അത് നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ ഇതിൽ തന്നെ ബാധിക്കും. അപ്പോൾ കസ്റ്റമറോട് വാങ്ങാനും പറ്റില്ല. അപ്പോൾ അത് ബാധകത്തിൽ തന്നെയാണല്ലോ. പിന്നെ കസ്റ്റമറോട് വാങ്ങുമ്പോൾ അത് സ്വാഭാവികമായിട്ടും സാധനങ്ങൾക്ക് വില കൂടുകയും ചെയ്യുമല്ലോ. ഇതുവരെയുള്ള ഫ്രീ സർവീസ് അത് പൈസ വേണ്ടിയിട്ട് വസൂലാക്കുമ്പോൾ ഇവരെ തന്നെയായിരിക്കും വരിക. കാരണം ആൾക്കാർ പൈസ ഞങ്ങൾ കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ബാങ്കും ഇതൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ പോകും. ഇപ്പോൾ സ്വാഭാവിക ഫ്രീ ആയിട്ട് നടത്തുന്നതുകൊണ്ട് പിന്നെ ആൾക്കാർ എല്ലാം ഇതിൽ തന്നെ പോവാം.